പ്രിയമുള്ളവരെ, PLT വ്ളോഗ്സിലെ പുതിയ ഒരു വീഡിയോ കാഴ്ചയിലേക്ക് മാന്യപ്രേക്ഷകർ സ്വാഗതം. എന്നെന്തായാലും എൻ്റെ മകനും ഞാനും കൂടി നമ്മുടെ കൊട്ടക്കൽ ബൈപ്പാസ് ഒന്ന് കാണാൻ വേണ്ടി വന്നു. ആറുവരിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ മലപ്പുറം ജില്ലയിലേക്ക് കടന്നു വരുമ്പോൾ തൊട്ട് മുമ്പായിട്ട് ഞാൻ എന്തായിരുന്നു വളാഞ്ചേരി ബൈപ്പാസിൻ്റെ കാഴ്ച നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു. അത്രയേറെ സുന്ദരമായ കാഴ്ചയാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ വളാഞ്ചേരി ബൈപ്പാസ് കഴിഞ്ഞാൽ തൊട്ട് പുറകിലായിട്ട് കാണാൻ അത്രയേറെ സുന്ദരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മുടെ കൊട്ടക്കൽ ബൈപ്പാസ്. അപ്പോൾ കൊട്ടക്കൽ ബൈപ്പാസിൻ്റെ ഒരു ഡ്രോൺ വീഡിയോ എങ്ങനെയുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടി മകനെയും കൂട്ടിയിട്ട് എന്ത് ചെയ്തതാണ് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ എന്തായാലും അതൊരു സുന്ദരമായ കാഴ്ചയായിരിക്കും എന്നൊക്കെയാണ് മനസ്സിലാക്കിയത്. ആ ഒരു അടിസ്ഥാനത്തിൽ ഈ ഒരു കാഴ്ച മാന്യപ്രേക്ഷകരുടെ മുമ്പിലേക്കും കൂടി എത്തിക്കാമെന്ന് കരുതി. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് സമ്മാനമായിട്ട് നൽകണം. ലക്ഷ്മണെ, ആകാശത്തിലേക്ക് ഡ്രോണൊന്ന് ഉയർത്താൻ പോവാണ്. ആ ഒരു ഉയർച്ചയിലുള്ള കാഴ്ച നമുക്ക് മുഴുവനായിട്ട് കൊട്ടക്കൽ ബൈപ്പാസിന്റെ മുഴുവനായിട്ടുള്ള ഒരു കാഴ്ച ഡ്രോൺ വീഡിയോയിലൂടെ എങ്ങനെയുണ്ട് എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ. പ്രിയമുള്ളവരെ, അങ്ങനെ നമ്മുടെ മമ്മാരപ്പടിയിൽ നിന്നാണ് ഡ്രോണിനെ ഉയർത്തുന്നത്. ഇവിടുന്ന് ആദ്യം പലച്ചിറമാട് ഭാഗത്തേക്കാണ് ആദ്യം ഒന്ന് നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെയേറെ സുന്ദരമായ കാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഹൈവേയുടെ പ്രവർത്തനമൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഉപകാരപ്രദമാകും എന്നൊരു തിരിച്ചറിവാണ് ഈ വീഡിയോക്ക് പ്രചോദനമായി മാറിയത്. എന്നാലും ഇവിടുത്തെ പ്രവർത്തനങ്ങളാണ്, ഇവിടെ ടാറിംഗ് പ്രവർത്തനത്തിൻ്റെ അവസാന ഘട്ടം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞ കാഴ്ചകളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല അത്രയേറെ സുന്ദരമായ വയലോരത്തിലൂടെയാണ് ഇവിടുത്തെ ബൈപ്പാസ്, കൊട്ടക്കൽ ബൈപ്പാസ് കടന്നു പോകുന്നത്. എടരിക്കോടിൽ നിന്നും കോഴിക്കോട് ഭാഗത്തേക്കായിട്ട് പോകുന്ന പഴയ റോഡാണ് തായ് ഭാഗത്തൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ പഴയ റോഡിൻ്റെ മുകളിലൂടെയാണ് ആറുവരിപ്പാതയുടെ ഇവിടുത്തെ വയഡക്റ്റ് കടന്നു പോകുന്നത്. കൊട്ടക്കൽ ബൈപ്പാസിൽ 2 വയഡക്റ്റാണ് പ്രത്യേകമായിട്ടും ശ്രദ്ധയിൽപ്പെട്ടത്. ഒന്ന് സ്വാഗതമാടുന്ന ബൈപ്പാസ് ആരംഭിക്കുന്ന അവിടം കഴിഞ്ഞ് ഒരല്പം താഴോട്ട് വന്നാൽ കാണാൻ സാധിക്കും. പിന്നീട് അതിൻ്റെ ഇടകളിലെല്ലാം മണ്ണിട്ട് ഫില്ല് ചെയ്തുകൊണ്ടാണ് ആറുവരിപ്പാതയുടെ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ ഏകദേശം പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയായതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഡിവൈഡറിൻ്റെ പ്രവർത്തനം വരെ പൂർത്തിയാക്കിയിട്ടുണ്ട്. മറ്റൊരു കാര്യം നമുക്ക് ഇവിടെ ശ്രദ്ധിക്കാൻ പറ്റുന്നത്, ഇവിടെ സർവീസ് റോഡുകൾ ഈ ഭാഗങ്ങളിലില്ല എന്നുള്ളതാണ്. എടരിക്കോട് റോഡിനെ കവർ ചെയ്ത് പോകുന്ന കാഴ്ചകളൊക്കെയാണ് മാന്യപ്രേക്ഷകർ തൊട്ടടുത്തായിട്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സൈഡിലൂടെയായിട്ട് ഒരു തോട് ഒഴുകി പോകുന്നുണ്ട്. ആ തോടിനെ പോലും ഒരു ഭദ്രമായിട്ട് ദിശ മാറ്റി വിടുന്നുണ്ട്. അതൊക്കെ നല്ല പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് കടന്നു പോകുന്നത് എന്നർത്ഥം. ഇവിടെ ഡിവൈഡറിൻ്റെ വർക്കുകളൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞു. എടരിക്കോട് നിന്ന് തിരൂരിലേക്ക് പോകുന്ന ആ പാലം കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് മണ്ണിട്ട് ഫില്ല് ചെയ്താണ് പോരുന്നത്. അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇങ്ങനെ വയഡക്റ്റ് ആരംഭിക്കുന്നത്. അത് പലച്ചിറമാട് ഭാഗത്തേക്ക് എത്തിച്ചേരുന്ന ഭാഗങ്ങൾ വരെയുള്ള കാഴ്ചകളാണ് ഇതിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ കോഴിക്കോട് ഭാഗത്തേക്ക് നമ്മൾ കറങ്ങുന്ന സമയത്ത് ഇനി നമുക്ക് ചെനക്കൽ ഭാഗത്തേക്ക്, അതായത് സ്വാഗതമാട് ഭാഗത്തേക്ക് എത്തിച്ചേരുന്ന അവിടുത്തെ കാഴ്ചകളും കൂടി കാണാനുണ്ട്. ഈ വീഡിയോയിലൂടെ ഹൈവേയുടെ പൂർണ്ണമായ ഒരു വിശദീകരണം നൽകുന്നില്ല എന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു. ഇവിടം വരെ വന്നപ്പോൾ ഈ ആറുവരിപ്പാത കടന്നു പോകുന്ന വഴികളിൽ കൊട്ടക്കൽ ബൈപ്പാസ് എങ്ങനെയിരിക്കുന്നു എന്നുള്ള ഒരു കാഴ്ച കാണാൻ വേണ്ടി എത്തിച്ചേർന്നതാണ്. എന്തായാലും അത്രയേറെ സുന്ദരമായ കാഴ്ചകളായതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലൂടെ കടന്നു പോകുന്ന കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ ആറുവരിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എവിടം വരെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഭാവിയിൽ എങ്ങനെയാണ് കോഴിക്കോട് ഭാഗത്തേക്ക് ഹൈവേ കടന്നു പോകുന്നത് എന്നതിനൊക്കെ കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഒരുപക്ഷെ ഈ വീഡിയോ ഉപകാരപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്തായാലും തിരികെ വരികയാണ് നമ്മൾ. ഇനി നമുക്ക് ഇവിടുന്ന് സ്വാഗതമാട് ഭാഗത്തേക്കാണ് സഞ്ചരിക്കാനുള്ളത്. ഇവിടെ തൊട്ടടുത്ത കുറച്ച് കാഴ്ചകളൊക്കെ മാന്യപ്രേക്ഷകർ കാണുന്നു. ഒത്തിരി ആളുകളാണ് ഇവിടങ്ങളൊക്കെ വൈകിട്ട് സമയങ്ങളിൽ വിനോദങ്ങൾക്കും അതുപോലെ തന്നെ ചെറിയ ചെറിയ രീതിയിലുള്ള വ്യായാമത്തിനും വാക്കിങ്ങിനും മറ്റൊക്കെ ആയിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോഴുള്ള നെൽപ്പാടങ്ങളും പച്ച പിടിച്ച് നിൽക്കുന്ന സൗന്ദര്യങ്ങളൊക്കെയാണ്, ആ പള്ളിയൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ തൊട്ടടുത്തായിട്ടുള്ള ടാറിംഗ് പ്രവർത്തനം ഞങ്ങളിവിടെ വന്നിറങ്ങിയ സമയത്ത് തന്നെ കാലിൽ ചൂട് തട്ടുന്നുണ്ട്. അതായത് ഞങ്ങൾ മണിക്കൂറുകൾക്ക് മുമ്പ്, മണിക്കൂറുകൾ എന്ന് പറയാൻ വയ്യ,
വളരെ കുറഞ്ഞ സമയത്തിന് മുന്നോടിയായിട്ടാണ് ഇവിടുത്തെ ഈ ടാറിങ് പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയായിട്ട് ഏകദേശം ഇവിടെ ടാറിങ് വർക്കൊക്കെ ഫിനിഷായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സ്വാഗതമാട് ഭാഗത്തേക്കാണ്. മമ്മാലിപ്പടി ഭാഗത്ത് നിന്ന് കവർ ചെയ്ത് സ്വാഗതമാട് ഭാഗത്തേക്ക് മുന്നോട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കടന്ന് പോകുന്ന വഴികളിലെ സുന്ദരമായ കാഴ്ചകൾ. നേരം ഏകദേശം സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കാനായി. ഇനി നമ്മൾ ഒരല്പം കൂടി മുന്നോട്ട് വന്നാൽ സ്വാഗതമാട് ഭാഗത്തേക്ക് എത്തുന്ന ചെനക്കൽ ഭാഗത്തേക്ക് ഈ ആറുവരിപ്പാതൻ്റെ കൊട്ടക്കൽ ബൈപ്പാസ് ആരംഭിക്കുന്ന ഭാഗത്തേക്ക് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വാഗതമാട് എത്തുന്നതിന് മുമ്പ് ചെനക്കൽ എത്തുന്നതിന് മുമ്പ് സ്വാഗതമാട് ചെനക്കൽ എന്ന് പറയാൻ വയ്യ, സ്വാഗതമാടിൻ്റെ ചെനക്കലിൻ്റെ കൂടി മധ്യത്തിലായിട്ടാണ് ഏകദേശം ഈ ബൈപ്പാസ് ചെന്ന് എത്തിച്ചേരുന്നത്. അപ്പോൾ അവിടങ്ങളുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ള കാഴ്ചകളും കൂടി കാണാനുണ്ട്. ഈ ബൈപ്പാസ് ചെനക്കൽ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ടൊരു പാലം കാണാൻ സാധിക്കും. അത് നേരെ സ്വാഗതമാടിലേക്കുള്ള ഒരു കട്ടിംഗ് റോഡാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇത് പഴയ ഹൈവേയാണ്. പഴയ ഹൈവേൻ്റെ എവിടെ നിന്നാണ് ഇത് തിരിയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പഴയ ഹൈവേയിലൂടെ ഇരു സൈഡിലൂടെ ആയിട്ട് സർവീസ് റോഡുകളിലൂടെയാണ് ഇപ്പോൾ കോഴിക്കോട് ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ, കൊട്ടകൽ ഭാഗത്തേക്കുള്ളൊക്കെ വാഹനങ്ങൾ കടന്നു പോകുന്നത്. അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചെനക്കൽ ഭാഗത്തു നിന്ന് ആറുവരിപ്പാതയുടെ ബൈപ്പാസ് ആരംഭിക്കുന്ന ഭാഗങ്ങളുടെ കാഴ്ചകളൊക്കെയാണ്. താഴ്ഭാഗത്തൊക്കെ ഏകദേശം ടാറിംഗ് പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ പാലാണിത്. ഈ ബൈപ്പാസ് കടന്നു വരുന്ന ഭാഗങ്ങളാണ്, തുടക്കം കുറിച്ച ഭാഗങ്ങളാണ് നമ്മൾ കണ്ടതെങ്കിൽ അതും കടന്ന് മുന്നോട്ട് സർഹിന്ദ് നഗർ ഭാഗത്തേക്ക് പോകുന്ന ദൂരെയായിട്ടുള്ള കാഴ്ചകളൊക്കെ മാന്യപ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. കൊട്ടകൽ ബൈപ്പാസ് ചെനക്കലിൽ നിന്ന് ആരംഭിക്കുന്ന ഒരല്പം മുന്നോട്ട് വന്നാൽ കാണാൻ സാധിക്കുന്ന ഒരു പാലാണിത്. ഒരു സൈഡിൽ സർവീസ് റോഡുണ്ട്, ഇരു സൈഡിലുമായിട്ട് സർവീസ് റോഡ് പോകുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും ഈ പാലത്തിൻ്റെ ഉള്ളിലൂടെ നമ്മളൊന്ന് കടന്നു പോകുമ്പോഴുള്ള തൊട്ടടുത്തായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് ഇവിടെ മാന്യപ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലൂടെ ഡ്രോണിനെ ഒന്ന് കടത്തി വിട്ടപ്പോൾ ശ്രദ്ധയിൽപ്പെട്ട കാഴ്ചകളാണ്. എന്തായാലും ഇതുവരെയുള്ള കാഴ്ചകൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഇവിടെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കാൻ മറന്നു പോകരുത്. ഇതിൻ്റെ ഉള്ളിലൊന്നും വർക്കുകൾ പൂർത്തിയായിട്ടില്ല. ഒരു സൈഡിൽ മാത്രമാണ് ഒരല്പം ടാറിംഗ് വർക്ക് ശ്രദ്ധയിൽപ്പെടുന്നത്. മറു സൈഡ് ഇപ്പോഴും മണ്ണ് കൂടി നിൽക്കുന്ന കാഴ്ചകളൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇതോടുകൂടെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കാൻ മറന്നു പോകരുത്. ഇഷ്ടമായാൽ ഒരു ലൈക്ക് സമ്മാനമായി നൽകാനും ചാനലിൻ്റെ പ്രവർത്തനം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്.